ഈ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വെൽഡിംഗ് നമുക്ക് ഈ ഉപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ. ഇതിനായി ഞാൻ ഇവിടെ ഒരു 4 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ആ PVC പൈപ്പിന്റെ സൈഡിൽ എൻഡ് ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരു ഹോളും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്താണ്, ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ ഇത് കളയാഞ്ഞത്. ഇനി എൻഡ് ഗ്യാപ്പിന്റെ ടോപ്പിൽ നമുക്ക് ഇത് കണക്ക് 2 മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് ഇത് കണക്ക് 2 ഹോളുകൾ ഇട്ടെടുക്കാം. ഇനി ഇത് കണക്ക് നീളം കൂടി 2 നട്ട് ബോൾട്ട് നമുക്ക് ആവശ്യമാണ്. ഇതിപ്പോൾ നമ്മൾ ഇട്ടെടുത്ത ഹോളിനകത്തോട്ട് ഏകദേശം ഒരു 1/2 ഇഞ്ച് വെളിയിൽ കാണുന്ന രീതിയിൽ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇപ്പുറത്തെ ഹോളിനെ നട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കണക്ക് ഒരു എൻഡ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. എൻഡ് ഗ്യാപ്പിന് സോൾവെന്റ് ഒഴിച്ച് നമുക്ക് ഇപ്പുറത്തെ തലയ്ക്കും പൈപ്പിന്റെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊരു കണ്ടെയ്നർ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ നിലത്തോട്ട് വെച്ച ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഉരുണ്ടുപോകും. ഇത് ഉരുളാതിരിക്കാനായിട്ട് ഞാൻ ഇത് കണക്ക് 2 തട്ടിയുടെ ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ ഇത് ഉരുണ്ടു പോകാതെ നേരെ തന്നെ നിന്നോളും. ഇനി ഞാൻ ഒരു 1/2 ബക്കറ്റ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കിലോ ഉപ്പ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നല്ലതായിട്ട് ലയിക്കാനായിട്ട് നമുക്കൊരു കമ്പിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത PVC കണ്ടെയ്നറിനകത്തോട്ട് നമുക്ക് ഈ ഉപ്പ് ലായനി ഒഴിച്ച് നിറച്ചെടുക്കാം. ഇനി ഇത് കണക്ക് 2 വയർ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു വയറിൻ്റെ അറ്റം നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട് ബോൾട്ടിലോട്ട് ഫിറ്റ് ചെയ്യാം. അടുത്ത വയറിൻ്റെ അറ്റം നമ്മൾ എടുത്തേക്കുന്ന അടുത്ത നട്ട് ബോൾട്ടിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ കണക്ട് ചെയ്തെടുത്ത ഏതെങ്കിലും ഒരു വയറിൻ്റെ തുമ്പത്തോട്ട് ഇത് കണക്ക് ഒരു പ്ലെയറോടെ ഫിറ്റ് ചെയ്യാണ്. ഇതാണ് ഞാൻ ഹോൾഡറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ ഞാൻ സപ്ലൈ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫേസ് ലൈൻ കണ്ടുപിടിക്കണം. ആ ഫേസ് ലൈനിലോട്ട് നമുക്ക് PVC കണ്ടെയ്നറിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ലൈൻ കണക്ട് ചെയ്യാം. ഇതൊരു എക്സ്പെരിമെന്റ് വീഡിയോ മാത്രമാണ്, നിങ്ങളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇതിലെല്ലാം ഫേസ് ലൈൻ വന്ന് നിൽപ്പുണ്ട്. ഇനി മറ്റൊരു വയറിൽ ഞാൻ ഇതുകൊണ്ട് ഒരു സ്ക്വയർ ട്യൂബിന്റെ പീസ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വയർ നമുക്ക് ന്യൂട്രൽ ലൈനിലോട്ടും കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഹോൾഡറിലോട്ട് ഒരു വെൽഡിംഗ് റോഡോട് കണക്ട് ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ സപ്ലൈ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാൻ, നിങ്ങളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. ഇനി ന്യൂട്രൽ ലൈനിൽ കണക്ട് ചെയ്ത സ്ക്വയർ ട്യൂബിന്റെ ബേസിലോട്ട് നമുക്ക് ചെറുതായിട്ട് വെൽഡ് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ രീതിയിൽ 2 കറണ്ട് കമ്പിൽ തമ്മിൽ മുട്ടിക്കുകയാണെങ്കിൽ വലിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഫ്യൂസ് അടിച്ചു പോകും. എന്നാൽ നമ്മളിവിടെ ഉപ്പുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് കൊടുത്തപ്പോൾ ഉപ്പിലെ അയൺ കണ്ടന്റുകൾ സാധാരണയായിട്ട് കറണ്ടിനെ കടത്തിവിടും. പക്ഷേ എന്നാൽ ഇതൊരു ലിക്വിഡ് റെസിസ്റ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് കറണ്ടിന്റെ പവറിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ വെൽഡിംഗ് സാധ്യമാവുന്നത്. സംഭവം വെൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്കിത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പുവെള്ളത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇവിടെ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കുന്നുണ്ട്. അതിനകത്ത് ഫോം ചെയ്യുന്ന ഗ്യാസ് ഒരെണ്ണം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു വാതകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും വീട്ടിൽ അനുകരിക്കുകയോ ചെയ്യരുത്. ഇത് മാത്രമല്ല, ഈ PVC പൈപ്പ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് കിടക്കുന്ന വെള്ളവും നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ടുള്ള കൂടുതൽ എക്സ്പീരിയൻസ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.